ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അവർ വേൾഡ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെല്ലിയാമ്പതി മലനിരകളുടെ താഴെ സ്ഥിതി ചെയ്യുന്നൊരു ഡാമാണ്. അങ്ങകലെ കാണുന്നതാണ് നമ്മുടെ നെല്ലിയാമ്പതി എന്ന് പറയുന്ന ആ കുന്ന്. നമ്മൾ ഇന്ന് അങ്ങോട്ട് തന്നെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഇപ്പോൾ തന്നെ പോകാം. അങ്ങകലെ കാണുന്ന ആ മലനിരകളുടെ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം താമസിയാതെ തന്നെ അങ്ങോട്ടുള്ള ചെക്ക് പോസ്റ്റ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യും. ഈ കാണുന്നതാണ് നമ്മുടെ നെല്ലിയാമ്പതി എന്ന് പറയുന്ന ആ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കുന്നെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇനി പതിയെ നമുക്ക് പോകാം അങ്ങോട്ട്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ അതിൻ്റെ മിഡിൽ ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഒരു തരിശായിട്ട് കിടക്കുന്നൊരു പാറയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. താഴെയാണെങ്കിൽ നമുക്ക് പലയധികം ഇതിൽ തന്നെ കുരങ്ങന്മാർ, കരിങ്കുരങ്ങ്, മറ്റുള്ള കുരങ്ങന്മാർ എല്ലാം നമുക്കിന്ന് കാണാം. എല്ലാം നമുക്കിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. താഴെ നമ്മൾ കണ്ട ആ ഡാമാണ് അകലെ കാണുന്നത്. അങ്ങനെ ആ ഡാമുകളിലേക്കെല്ലാം നമ്മളുടെ ഈ മലകളിൽ നിന്ന് അതായത് ഈ കാണുന്ന സ്ഥലത്തിലൂടെ വെള്ളം ഒലിച്ചു വന്നാണ് നമ്മുടെ ഡാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പൊതുവെ വെള്ളം ഇവിടെ കുറവാണെങ്കിൽ കൂടി നമുക്ക് ശുദ്ധമായ വെള്ളം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ നെല്ലിയാമ്പതിയുടെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിയിരിക്കുകയാണ്. അതെ, ഉയരങ്ങൾ കൂടുമ്പോൾ ചായക്ക് രുചി കൂടും. അതെ, നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ തേയിലത്തോട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള ഏരിയകളാണ്. ഇതിലൂടെയാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് സൂയിസൈഡ് പോയിൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും ഹൈ ആയിട്ടുള്ള ഭാഗത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. സാധാരണ ഇവിടെ ഇത്രയും നല്ല രീതിയിലുള്ളൊരു ദിവസം കിട്ടാറില്ല. പരമാവധി ടൈമും ഇവിടെ തണുപ്പും കോടയും മറ്റു കാര്യങ്ങളാണ് ഇവിടെ ലഭിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് വളരെ സണ്ണി ആയിട്ടുള്ളൊരു ദിവസം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് വ്യൂസും നമുക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണെങ്കിൽ വളരെ ഒരു ചെറിയൊരു വഴിയായിരുന്നു നമുക്ക് ഇതിലൂടെ പോകാൻ പറ്റുന്നുള്ളൂ. എങ്കിൽ കൂടെ വളരെ ഒരു മോശമില്ലാത്ത വഴി എന്ന് പറയാം. അങ്ങകലെ കാണുന്ന ആ മലനിരകളുടെ മുകളിലേക്കാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങോട്ടാണ് നമ്മൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ സമയമെന്ന് പറയുന്നത് ഒരു ഉച്ചയ്ക്ക് 1 മണിയോളം ആയിട്ടുണ്ട്. എന്നാൽ കൂടിയും നമ്മുടെ നാട്ടിലെ രാവിലെ ഒരു 6 മണി, ഒരു ഡിസംബർ മാസത്തിൽ ഒരു 6 മണിയിൽ നമുക്ക് ലഭിക്കുന്ന തണുപ്പാണ് ഇപ്പോഴും ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മുടെ വാനന്മാർ ഇതായിരിക്കുന്നു. ഇത് നമ്മുടെ സാധാരണ കുരങ്ങ് വർഗ്ഗങ്ങളിൽ പെട്ടിട്ടുള്ള കുരങ്ങാണിത്. പക്ഷേ ആൾക്ക് ദിവസവും മനുഷ്യന്മാരെ കണ്ടിട്ട് ഇപ്പോൾ ആൾക്ക് നമ്മളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആൾ. എങ്കിൽ കൂടി ഇവിടെ വളരെ പല വിധത്തിലുള്ള കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കരിങ്കുരങ്ങ്, അതുപോലെ
സിംഹവാലക്കുരങ്ങ്, അങ്ങനെ പല 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 കാറ്റഗറിയിലുള്ള കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ ടോപ്പ് ഏരിയകളിൽ പെടുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. അതെ, നമ്മളിപ്പോൾ ഏറ്റവും ഹൈ ലെവലിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു 10-30 കിലോമീറ്ററോളം നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ, അതായത് ഇതിൻ്റെ ഏറ്റവും ഹൈയിൽ നമ്മൾ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായും പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.